പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യെശയ്യാ പ്രവചനം 58 അധ്യായത്തിൻ്റെ 6 വാക്യം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ ഉപവാസത്തെക്കുറിച്ച് ദൈവം പറയുന്നതാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലവയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി ഭൗതിക വിഷയങ്ങൾക്കായിട്ടുള്ള പ്രാർത്ഥന. അതിൽ തലമുറയുടെ വിഷയങ്ങൾ, രോഗസൗഖ്യം, മറ്റ് സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഉൾപ്പെടും. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ ഒരു ഹാഗാറിനെ കാണാം. ഹാഗാറിനെയും അവളുടെ മകനായ ഇസ്മായേലിനെയും സ്വന്തം പിതാവായ അബ്രഹാം തൻ്റെ ഭവനത്തിൽ നിന്ന് എന്നേക്കുമായി പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്താണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ അവർ യാത്ര ചെയ്ത് ബേർഷേബ മരുഭൂമിയിലെത്തി. അവരുടെ വെള്ളം തീർന്നുപോയി. മുൻപോട്ട് നടക്കാൻ കഴിയാത്ത വിധത്തിൽ ക്ഷീണിച്ച ഒരവസ്ഥ. മകൻ അവന് നടക്കാൻ വയ്യാതെ അവൻ ഒരു ഭാഗത്ത് കിടക്കുക. ഇത് കണ്ട് വേദന സഹിക്കാൻ വയ്യാതെ അമ്മ ഒരമ്പിൻപാട് ദൂരത്ത് പോയിരുന്ന് കരയുക, ബാലൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവൾ കുറേ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ആകാശത്തിൽ നിന്ന് ദൂതൻ അവളോട് സംസാരിക്കാനായിട്ട് വരുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, ഹാഗാറേ, നീ ഭയപ്പെടേണ്ട, ബാലൻ്റെ നിലവിളി സ്വർഗത്തിലെത്തിയിരിക്കുന്നു, അതിന് മറുപടിയും ലഭിക്കും. ഞാൻ ബാലനെയും ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഹാഗാറിൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൾ ഒരു നീരുറവ കണ്ടു. അപ്പോൾ കണ്ണ് തുറന്ന ഉടനെ ഒരു നീരുറവ കാണത്തക്ക വിധത്തിൽ ആ നീരുറവ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അവളുടെ ദുഃഖത്തിൻ്റെയും ഭാരത്തിൻ്റെയും ആധിക്യം മുഖേന ആ നീരുറവ കാണാൻ കഴിഞ്ഞില്ല. പലപ്പോഴും ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾക്കുള്ള മറുപടി നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നാൽ നമ്മുടെ വെപ്രാളവും മനസ്സിൻ്റെ ഭാരവും ഒക്കെ കൊണ്ട് പലപ്പോഴും അത് കാണാൻ കഴിയത്തില്ല. തുടർന്ന് അവർ യാത്ര ചെയ്തു പോയിരിക്കാം. ഇവിടെ ഹാഗാർ പൈതലിൻ്റെ വേദന തൻ്റേതായി കണ്ട് പ്രാർത്ഥിച്ചു. അതുപോലെ നാമും മറ്റുള്ളവരുടെ വിഷയങ്ങൾ നമ്മളുടേതായി എടുത്ത ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിടുതലിനായി ദൈവം നമ്മെ ഉപയോഗിക്കും. അടുത്തതായിട്ട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് തിരുവചനത്തിൽ കാണുന്നു. ഇത് നമ്മളോട് ഓരോരുത്തരോടുമുള്ള ദൂതാണ്. കാരണം എക്കാലത്തും പരീക്ഷകൻ നമ്മുടെ മുൻപിലുണ്ട്. ആ പരീക്ഷയിൽ അവൻ നമ്മെ അകപ്പെടുത്തി പരാജയപ്പെടുത്തി കളയാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇവിടെ തിരുവചനത്തിൽ ഈ ഭാഗം ഉദ്ധരിക്കുന്നത് യേശുവാണ്. തൻ്റെ ക്രൂശീകരണത്തോട് ഉള്ള സമയം ആയപ്പോൾ ശിഷ്യന്മാരെയും കൂട്ടി താൻ ഗെത്സമേന തോട്ടത്തിലേക്ക് പോകുന്നു. ഒരു ഭാഗത്ത് ശിഷ്യന്മാരെ ഇരുത്തിയിട്ട് ഇന്നർ സർക്കിളിലുള്ള പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി അല്പം കൂടെ മുന്നോട്ട് പോയിട്ട് യേശു പ്രാർത്ഥിക്കാൻ പോവുക. ഇവരോട് 3 പേരോടും പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നാൽ അല്പസമയം കഴിഞ്ഞ് യേശു മടങ്ങി വന്ന് നോക്കിയപ്പോൾ ഇവർ 3 പേരും കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന. അവരോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് അല്പസമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ലേ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനെന്ന് അവരോട് പറഞ്ഞിട്ട് പിന്നെയും കർത്താവ് പ്രാർത്ഥിക്കാൻ പോയി. അല്പസമയം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെയും അവരുറക്കം തൂങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, ആത്മാവിൽ അവർ ഒരുക്കമുള്ളവരാണ്, പക്ഷേ ജഡത്തിൽ ബലഹീനരായതുകൊണ്ട് അവർക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. അടുത്ത തിരുവചനത്തിൽ കാണുന്ന ആത്മനിയോഗത്താലുള്ള പ്രാർത്ഥന. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. തുടക്കത്തിൽ 21 ദിവസം എന്നും പറഞ്ഞ് തുടങ്ങിയൊന്നുമല്ല, ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്. ആ വിഷയം എന്ന് പറയുന്നത് ദാനിയേൽ ഉൾപ്പെടെ ഇപ്പോൾ ഒരു കൂട്ടം ജനം ബാബേൽ പ്രവാസത്തിലാണ്. അവിടെ സ്വന്തം ദേശം വിട്ടു പോയ ജനം, ആലയം നഷ്ടപ്പെട്ട അവർ വളരെ വേദനയോടുകൂടി അവിടെ ആയിരിക്കുക. അങ്ങനെ ഒരു ദിവസം ദാനിയേലിന് യിരെമ്യാ പ്രവചനത്തിൽ നിന്ന് ഒരു ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞു. പ്രവാസം 70 വർഷം കൊണ്ട് കഴിയും എന്നുള്ളത്.
ഏതാണ്ട് ആ കാലഘട്ടത്തോട് അടുത്തപ്പോഴാണ് ദാനിയേലിന് ഇത് ലഭിക്കുവാനിടയായത്. അങ്ങനെ ദാനിയേൽ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശുദ്ധനായ ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് മറുപടി ആദ്യ ദിവസം തന്നെ അയച്ചു. പക്ഷേ ദാനിയേലിൻ്റെ പക്കൽ അത് എത്തിയില്ല. എന്തുകൊണ്ടെന്നാൽ പാഴ്സിപ്രഭു ആകാശമണ്ഡലത്തിലെ അന്ധകാര ശക്തികൾ അതിനെ തടഞ്ഞു കളഞ്ഞു. പിന്നെ മീഖായേൽ ഇറങ്ങിയാണ് മറുപടി എത്തിക്കാൻ ഇടയായത്. അതിനോടനുബന്ധിച്ച് ജനത്തിന് യെരുശലേമിലേക്ക് പോകാനുള്ള വഴികൾ തുറക്കപ്പെട്ടു. കോരശ് രാജാവിനെ ദൈവം ഉണർത്തി അതിന് വേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുത്തു. അതുമാത്രമല്ല, ദൈവനിയോഗത്താൽ പ്രാർത്ഥിച്ച ദാനിയേലിന് 70 ആഴ്ചവട്ടക്കാലം എന്നുള്ളതിനെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകി. വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു വെളിപ്പാട്. പിന്നെ നമ്മൾ കാണുന്നത് നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയാണ്. നെഹമ്യാവെന്ന് പറയുന്നത് കൊട്ടാരത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. മറ്റ് സാധാരണക്കാരുടെ വിഷയങ്ങളൊന്നും തന്നെ അലട്ടേണ്ട യാതൊരു കാര്യമില്ല. ഒരു ദിവസം തൻ്റെ സഹോദരനായ ഹനാനിയും മറ്റൊരാളും കൂടെ തൻ്റെ അടുക്കൽ വന്നപ്പോൾ യെരുശലേമിനെക്കുറിച്ച് താൻ ചോദിച്ചു. യെരുശലേമിൻ്റെ സ്ഥിതി അറിഞ്ഞ് തനിക്ക് വളരെ ഭാരമുണ്ടായി. എന്തെന്നാൽ യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുക. ഇത് കേട്ടപ്പോൾ നെഹമ്യാവ് കുറേ സമയം ഇരുന്ന് കരഞ്ഞു. കുറേ ദിവസങ്ങളോളം ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് ദൈവസന്നിധിയിലിരുന്നു. എന്നിട്ട് അവനൊരു തീരുമാനമെടുത്തു, ഞാൻ പോയി മതിൽ പണിയും. അങ്ങനെ രാജാവിൽ നിന്ന് അനുവാദമൊക്കെ വാങ്ങിച്ച് ആവശ്യമായ കാര്യങ്ങളെല്ലാം സ്വരുക്കുട്ടി നെഹമ്യാവ് യെരുശലേമിലേക്ക് പോവുക. അവിടെ ചെന്ന് പണി തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർക്ക് വളരെ സന്തോഷം തോന്നി. അതിൽ അവരും പുരോഹിതന്മാരും എല്ലാവരും കൂടെ ചേർന്ന് കുറേ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ കുറച്ചങ്ങോട്ട് പണി പോയി കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ആളുകൾ എതിർക്കാൻ തുടങ്ങി. സൻബല്ലത്ത്, തോബിയാവ് തുടങ്ങിയവർ ഇതിനെ ശക്തമായി എതിർക്കാൻ തുടങ്ങി. അവർ പണി ചെയ്യാൻ സന്തോഷത്തോടെ വന്നവരെ കൂടെ ഭിന്നിപ്പിച്ച് മാറ്റാൻ ശ്രമിച്ചു. ജനത്തിനും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. എന്നാൽ ഈ സമയത്തൊന്നും നെഹമ്യാവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം അവർ ഉപായം പ്രയോഗിച്ചു. ഒരു കള്ളപ്രവാചകനെ കൊണ്ടുവന്ന് നെഹമ്യാവിൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് മാറ്റിക്കളയാൻ ശ്രമിച്ചു. ആ സമയത്ത് നെഹമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? ജീവരക്ഷയ്ക്കായി എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? അപ്പോൾ ആ ജീവനെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് നിൽക്കുന്നു എങ്കിൽ എന്താ അതിൻ്റെ പുറകിലുള്ള കാരണം? ദൈവം ആലയത്തെക്കുറിച്ച് അവൻ്റെ ഉള്ളത്തിൽ കൊടുത്ത ഒരു ഭാരമാണ്. ദൈവം ഒരു ഭാരം നമ്മുടെ ഉള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും അത് വിട്ട് ഓടിപ്പോകാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. കാരണം അതിന് കാരണക്കാരൻ ദൈവമായതുകൊണ്ട്. പിന്നെ നാം കാണുന്നത് ശുശ്രൂഷയ്ക്കായുള്ള പ്രാർത്ഥന. യേശുക്രിസ്തു സ്നാനമേറ്റ ശേഷം ആത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസം അവിടെ ഉപവാസത്തിൽ ആയിരിക്കാനിടയായി. ഉപവാസത്തിൽ ശക്തി പ്രാപിച്ച് താൻ ശുശ്രൂഷയ്ക്കായി ഗലീലയിലേക്ക് മടങ്ങി വന്നു. ഗലീലയുടെ അവസ്ഥയെന്ന് പറയുന്നത് സാധാരണക്കാരായ കുറേ യഹൂദന്മാരും, സാധാരണക്കാരെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ താഴേക്കിടയിൽ നടക്കുന്ന ഒരു കൂട്ടം യഹൂദന്മാരും പിന്നെ ബിസിനസ്സുകാരായ കുറേ ജാതികൾ മാത്രമുള്ള ഒരിടം, യാതൊരു ആത്മീയ വെളിച്ചവുമില്ലാത്ത ഇടം. കർത്താവ് ശക്തി പ്രാപിച്ച ഗലീലയിലേക്ക് വന്നപ്പോൾ ആ ഇരുട്ടിൽ കിടന്ന ദേശം വെളിച്ചമുള്ളതായി തീരാനിടയായി തീർന്നു. നസറത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ എന്ന് ചോദിച്ച ഇടത്ത് നസറത്തിൽ നിന്ന് ഏറ്റവും വലിയ നന്മയുടെ ഉറവിടം വെളിപ്പെട്ടു വരാനിടയായി. നമ്മളിവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കാം, യേശു ദൈവമല്ലേ, പിന്നെ യേശുവിനും ഉപവസിച്ച് ശക്തി പ്രാപിച്ച് വരണോ ശുശ്രൂഷയ്ക്ക് വേണ്ടി? തീർച്ചയായിട്ടും അതില്ലേലും കർത്താവിന് ചെയ്യാൻ കഴിയുമായിരിക്കാം. പക്ഷേ അത് ഒരാവശ്യമാണെന്ന് താൻ കാണിക്കുകയായിരുന്നു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപ് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ യെരുശലേം വിട്ട് വാങ്ങിപ്പോകാതെ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തമാണ്. പക്ഷേ ശിഷ്യന്മാർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. എങ്കിലും അവർ കാത്തിരുന്നു. കർത്താവ് അവരോട് പറഞ്ഞിരുന്നു, ആ വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയുടെ അറ്റത്തോളം യേശുവിന് സാക്ഷികളാകുമെന്ന്. അങ്ങനെ അവർ കാത്തിരുന്നു. 10-ാം ദിവസത്തിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോടെ അവരുടെ മേൽ വന്നു. തുടർന്ന് കർത്താവ് അവരോട് പറഞ്ഞതുപോലെ
ലോകം മുഴുവൻ സുവിശേഷീകരിപ്പാൻ അവർ തിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്തത് പൗലോസ് ഒരു ദർശനത്തിൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് പിടിക്കപ്പെട്ടവനാണ്. കണ്ണ് കാണാതെ വന്നിട്ട് കർത്താവ് അവനോട് സംസാരിച്ചതുകൊണ്ട് അനന്യാസിൻ്റെ അടുക്കൽ പോയി. അനന്യാസ് അവൻ്റെ മേൽ കൈവച്ച് അവന് കാഴ്ച പ്രാപിച്ചു. അതിനുശേഷം അവൻ അറബിയിലേക്ക് പോയി. അവിടെ ചെന്ന് ചില നാളുകൾ അവിടെ പാർക്കാനിടയായി. അതിനുശേഷം നാം കാണുന്നത് ജാതികളുടെ ഇടയിൽ ശക്തമായി പൗലോസ് ഉപയോഗിക്കപ്പെടുന്നതായിട്ടാണ്. ജാതികളുടെ അപ്പോസ്തലനായിട്ട് യെരുശലേം കൗൺസിൽ അവനെ അയക്കുവാനും ഇടയായി. കടന്നു പോയിടത്തെല്ലാം വളരെ ശക്തമായി കർത്താവിന് വേണ്ടി സാക്ഷിയാകുകയും അനേകരെ ക്രിസ്തുവിലേക്ക് നേടുകയും ചെയ്തു. ഒരിക്കൽ യെരുശലേമിലേക്ക് പോകാനായിട്ട് താൻ ഒരിടത്ത് വന്നപ്പോൾ അക്കാലത്ത് ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പ്രവാചകനായ അഗബോസ് പറഞ്ഞു, നീ യെരുശലേമിലേക്ക് പോകരുത്. അവിടെ ചെന്നിരുന്നാൽ അവർ നിങ്ങളെ ബന്ധിച്ച് ജയിലിനകത്തിട്ടുകളയും. പൗലോസ് പറയുന്നത്, കർത്താവിന് വേണ്ടി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, മരിക്കാൻ കൂടെ ഞാൻ തയ്യാറാണ്. അഗബോസ് ഒരു കള്ളപ്രവാചകനൊന്നും അല്ല. പക്ഷേ അഗബോസിന് കിട്ടിയ വെളിപ്പാടിനേക്കാൾ ഉയർന്ന ഒരു വെളിപ്പാട് പൗലോസിന് ലഭിച്ചിരുന്നതുകൊണ്ട് അതിനെ അതിജീവിച്ച് എല്ലാ സ്ഥലങ്ങളിലും പോകാനിടയായി. അങ്ങനെ പോകുന്ന വഴിക്കാണല്ലോ മെലീത്ത എന്ന ദ്വീപിലെത്താൻ ഇടയായത്. റോമാലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് താൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ സകലർക്കും കടക്കാരനാകുന്നു, ബർബരന്മാർക്ക് ഞാൻ കടക്കാരനാകുന്നു. താൻ ഒരുപാടിടങ്ങളിൽ സഞ്ചരിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നേടി. എന്നാൽ ബർബരന്മാരോടുള്ള കടം തീർക്കണമെന്നുണ്ടെങ്കിൽ അവർ പാർക്കുന്നിടത്ത് പോയെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ റോമിലേക്കുള്ള യാത്രയിൽ മെലീത്ത ദ്വീപിലെത്തപ്പെടുവാനിടയായി. 3 മാസം ആ മെലീത്ത ദ്വീപിൽ പാർക്കേണ്ടി വന്നു. പൗലോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ദ്വീപിൽ ഉണ്ടായിരുന്നാൽ 3 മാസം അവിടെ പാർത്തിരുന്നാൽ അവിടെയുള്ള മുഴുവൻ ആളുകളും രക്ഷിക്കപ്പെട്ടിരിക്കുക. ദൈവത്തിന് വേണ്ടി നിയോഗിച്ച ഓരോ വ്യക്തികളെയും ദൈവം ശക്തമായി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ തുടങ്ങി പ്രാർത്ഥനയിൽ അവസാനിക്കുന്നതല്ല. അതിനൊരു പ്രവൃത്തിയുണ്ട്. അതിൻ്റെ ഫലമായി ദേശങ്ങൾ സ്വതന്ത്രമാക്കപ്പെടുവാനിടയാകും. യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ കാണാം. അവിടെ പ്രവാചകനായ യെശയ്യാവിനോട് യഹോവ പറയുന്നു, ഉറക്ക നിലവിളിക്കാം, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിൻ്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കാം. അപ്പം ഇങ്ങനെ ദൈവം യെശയ്യാവിനോട് പറയണമെങ്കിൽ അവർ പാപത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ജനമാണ്. വിഗ്രഹാരാധനയിലും ദൈവത്തെ അനുസരിക്കാതെയുള്ള എല്ലാ വഴികളിലും ജീവിക്കുന്ന ഒരു കൂട്ടം ജനം. അടുത്ത വാക്യം പറയുന്നു, എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിവാനിച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്ത ഒരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്ത ഒരു ജാതിയെപ്പോലെ. അപ്പം അങ്ങനെ ഒരു ജാതി ഉണ്ടായിരുന്നു, നീതി പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ ന്യായം അന്വേഷിക്കുകയും ചെയ്യുന്നവർ. അവരെ പോലെ ഇവരൊരു ആക്ഷനാണ് ഇവിടെ നടത്തുന്നത്. ഇവർ ആക്ട് ചെയ്യുക ഞങ്ങളും അവരെ പോലെ ആണെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ പാപത്തിലാണ് ജീവിക്കുന്നത്. എന്നിട്ട് അവർ ചോദിക്കുന്നു, ഞങ്ങൾ നോമ്പ് നോക്കുന്നതും നീ കാണാതിരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത്. ഞങ്ങൾ നോമ്പ് നോക്കുകയും ആത്മതപനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു മറുപടിയും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. അപ്പോൾ എന്താ ദൈവം അങ്ങനെ പറയാൻ കാര്യം? ഇപ്പോൾ ചില പ്രത്യേക കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയും നോമ്പ് നോക്കുന്നവരുണ്ട്. ഉദാഹരണം, ആഹാബ് ഒരിക്കൽ തൻ്റെ കൊട്ടാരത്തിനടുത്ത് ഒരു നല്ല മുന്തിരിത്തോട്ടം കണ്ടു. അത് നാബോത്തിൻ്റെ വകയായിരുന്നു. ആഹാബിനൊരാഗ്രഹം അത് സ്വന്തമാക്കണമെന്ന്, സ്വന്തമാക്കി ഒരു ചീരത്തോട്ടമാക്കി തീർക്കാൻ നാബോത്തിനോട് ചോദിച്ചു. എന്നാൽ നാബോത്ത് അത് കൊടുക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടെന്നാൽ അത് തൻ്റെ പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ അവകാശമാണ്. അത് നശിപ്പിച്ച് കളയാൻ തനിക്ക് മനസ്സില്ലാത്തത് കൊണ്ട് അത് കൊടുക്കാൻ തയ്യാറായില്ല. ഇത് കേട്ട് ആഹാബ് വളരെ വിഷമിച്ചിരുന്നപ്പോൾ തൻ്റെ കുബുദ്ധിയായ ഭാര്യ ഒരു ഉപായം കണ്ടുപിടിച്ചു. എന്നിട്ട് നാബോത്ത് പാർത്തിരുന്ന ദേശത്തിലെ മൂപ്പന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, നിങ്ങളൊരു ഉപവാസം പ്രസിദ്ധമാക്കണം. എന്നിട്ട് നാബോത്തിനെയും അവിടെ ഇരുത്തിയിട്ട് അവനെതിരായിട്ട് 2 കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് കള്ളസാക്ഷ്യം പറയിപ്പിക്കണം. ഇവൻ ദൈവത്തിനും ആഹാബിനും
വിരോധമായി സംസാരിച്ചു എന്ന് കള്ളസാക്ഷ്യം പറയിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ചെയ്തു. അങ്ങനെ അവർ നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊല്ലാനിടയായി. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ സാധിക്കാൻ, ദുഷ്ട മനസ്സോടുകൂടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയും ഉപവാസത്തിലിരിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഉപവാസങ്ങളൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലൊന്നും ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് 58-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഉടനെ അന്യായ ബന്ധനത്തിൽ കിടക്കുന്ന ജനങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കാൻ കഴിയണം. അവരേത് നുകത്തിൻ്റെ കീഴിലാണോ ആ നുകത്തെ നശിപ്പിക്കാൻ കഴിയണം. അവരെ സ്വതന്ത്രനാക്കണം. അങ്ങനെയുള്ള ഉപവാസത്തിലാണ് ഞാൻ പ്രസാദിക്കുന്നത്. സഖരിയ പ്രവചനത്തിൽ പറയുന്നുണ്ട്, അവിടെ പ്രവാസത്തിലുള്ള ജനത്തോട് ദൈവം പറയുക, നിങ്ങൾ 5-ാം മാസം 7-ാം മാസം ഒക്കെ ഉപവസിക്കുന്നുണ്ടല്ലോ, പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. അത് നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയാണോ ഉപവസിക്കുന്നതെന്നൊക്കെ ദൈവം അവരോട് ചോദിക്കുക. അപ്പോൾ സ്ഥിരമായ ഉപവാസം, അല്ലെങ്കിൽ പതിവ് പോലെയുള്ള ഉപവാസം, ഈ പതിവ് പോലെയുള്ള ഉപവാസത്തിലൊന്നും ദൈവം പ്രസാദിക്കത്തില്ല. ദൈവം പ്രസാദിക്കുന്നത് ജനം എവിടെ സ്വതന്ത്രമാക്കപ്പെടുന്നോ, ജനം എവിടെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെടുന്നോ അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നു. എങ്ങനെ ദൈവത്തോട് വേണ്ടും പോലെ അടുക്കാൻ കഴിയും, വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ കഴിയും, ദൈവപ്രസാദം വരുമാറ് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് അന്നേരത്തെ ആവശ്യം, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വെറുതെ നമ്മുടെ സമയം ചെലവഴിക്കുന്നു എന്നുള്ളതല്ലാതെ ആ പ്രാർത്ഥന കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. നമുക്കൊരു സംതൃപ്തി, നമ്മൾ ഇത്രയും ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചു എന്ന്. എന്നാൽ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. നാം എപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്നാലും ദൈവഹിതത്തിന് അനുസൃതമായ കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് തുണയായിട്ട് നിൽക്കാൻ ആ പരിശുദ്ധാത്മാവിനെ അയച്ചത്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുണ നിന്ന് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ നമ്മെ അറിയിച്ചു തരികയും ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ആ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുവാനും അതിൽ ദൈവം പ്രസാദിക്കുവാനും ഇടയാകുന്നു. അതാണ് ദൈവത്തിന് ആഗ്രഹം, നമ്മളിൽ നിന്ന് അതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവേ, നീ ഞങ്ങൾക്ക് തുണ നിൽക്കണമേ, നീ ഞങ്ങളോടുകൂടെ ഇരിക്കണം, അങ്ങയുടെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അത് ദൈവത്തിന് പ്രസാദമായിരിക്കാൻ ഇടയാക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ വളരെ ഫലവത്തായി തീരാനിടയായിത്തീരും. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പേര് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിനുള്ളറയിൽ തന്നെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരുണ്ടായിരിക്കാം. ഇവരുടെയൊക്കെ വിടുതലാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും അനുദിന വിഷയങ്ങൾ മാത്രമാണ് ദൈവസന്നിധി കൊണ്ടുവരുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി നിത്യതയോളം എത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ, ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം.